ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുറക്കം തന്നെ കാണിക്കുന്നത് സുധാകരൻ മാഷ് ഏതായാലും വീട്ടിലടച്ചിട്ട് പോയി. ഇനി ഫോൺ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മുടെ വേദ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ വിക്രം കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ വിക്രമിനോടായിട്ട് വേദ പറയാണ്, ഈ ഫോൺ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. എന്ത് ചെയ്യാനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം, ഇനി ആരെയും വിളിക്കാനോ കോൺടാക്ട് ചെയ്യാനോ ഒന്നിനും പറ്റില്ല എന്ന് പറയാൻ കേട്ടോ. എന്തിനാ കോൺടാക്ട് ചെയ്യുന്നത്? എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ആരെയും വിളിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് എന്ന് വേദ പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വിക്രം പറയണം, അതിനിപ്പോൾ എന്താ, ഞാനിപ്പോൾ കവലയിൽ ചെന്നിട്ട് ഒരു ഓട്ടോ എടുത്തിട്ട് വർക്ക്ഷോപ്പിൽ പോകും, അതോടുകൂടി എൻ്റെ ഫോൺ കിട്ടും, ഞാൻ അവിടെ പോയിട്ട് എൻ്റെ വർക്കും ചെയ്യുമെന്ന് പറയണം. നീ ഇവിടെ ഒറ്റയ്ക്ക് കുത്തിയിരുന്നു എന്ന് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ വേദ പറയണം, ശരി ശരി, നിങ്ങളെന്നാൽ എത്രയും പെട്ടെന്ന് പോയിക്കോളൂ എന്ന് പറയാൻ കേട്ടോ. ഞാൻ പോകാൻ തന്നെയാണ് പോകുന്നത് എന്ന് പറയണം. എന്നാൽ വേഗം ഒന്ന് പോയി കാണിച്ചു തരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് പോകാൻ നിൻ്റെ അനുവാദമൊന്നും വേണ്ട, എൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് വിക്രം റെഡിയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന ടൈമിൽ നമ്മുടെ ഡോർ തുറന്ന് നോക്കുമ്പോൾ ഡോർ ഓപ്പൺ ആവുന്നില്ല കേട്ടോ. ഇതെന്താടി ഓപ്പൺ ആവാത്തത്? നീ അടച്ചു വെച്ചതായിരിക്കുമല്ലേ എന്ന് പറയുന്നുണ്ട് വേദയായിട്ട് കേട്ടോ. അതെ, ഞാൻ അടച്ചു വെച്ചാണെന്ന് പറയുന്നുണ്ട്. ശേഷം വിക്രം ബാക്കിലെ വാതിൽ തുറക്കാൻ പോവാണ്. അതും ക്ലോസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ എന്താടി, നീ ആദ്യം ബാക്കിലെ ഡോർ അടച്ചിട്ട് ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് ഫ്രണ്ടിലെ ഡോർ അടച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ വിക്രമ, നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നിനക്ക് നല്ല ചിന്തയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വേദം. ഞാനൊന്നുമല്ല അടച്ചത്, നിങ്ങളുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുളിക്കാൻ പോയ നേരത്ത്. അച്ഛൻ വന്നിട്ട് വീട്ടിൽ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അടച്ചിട്ട് പോയതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കും വിക്രം. ഞാൻ എൻ്റെ താഴെയിട്ട് ഫോൺ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കട്ടിലിനടിയിൽ, ഞാൻ കണ്ടില്ല അച്ഛൻ വന്നതും. ശബ്ദം കേട്ടിട്ട് പുറത്തേക്ക് പോയതും അച്ഛൻ മെയിൻ ഗേറ്റ് അടച്ചിട്ട് വെളിയിൽ പോകുന്നതേ കണ്ടുള്ളൂ. ഞാൻ ഒരുപാട് നേരം വിളിച്ചു, അച്ഛൻ കേട്ടില്ല എന്ന് പറയാൻ കേട്ടോ. അത് കേട്ട് നമ്മുടെ വിക്രം ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെ ഇറങ്ങാം? ഇനി എങ്ങനെ ഇറങ്ങാൻ? ഇനി നമ്മൾ ആരും ഇറങ്ങാൻ പോകുന്നില്ല, നമ്മൾ രണ്ടാൾ മാത്രമേ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന വിക്രമിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ വേദ പറയാണ്, ഏതായാലും നമുക്ക് ഈ ദിവസം നമ്മുടെ ഹണിമൂൺ ഡേ ആക്കി മാറ്റാം, ഇങ്ങനൊരു സാഹചര്യം ആർക്കും വരാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മളിത് ആഘോഷിക്കണമെന്ന് പറയാൻ കേട്ടോ. നിനക്ക് വട്ടാണെന്ന് പറഞ്ഞിട്ട് വിക്രം വേദയെ ചെയ്ത് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേദ ഹിന്ദിയിൽ ഒരു പാട്ട്, ഒരു പ്രണയഗാനം പാടിയിട്ട് വിക്രമിനെ വട്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള പാടിയിട്ട് ആക്ഷനൊക്കെ കാട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇവളുടെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് വിക്രം അയ്യോ ആകെ പന്തികേടാണല്ലോ എന്ന് പേടിച്ചിട്ട് അയ്യോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നുണ്ട്. ശേഷം വേദ, ഏതായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല, എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല, നമുക്ക് രണ്ടാൾക്കും നമ്മുടെ വീട്ടുകാർ വരുന്നവരെ ഇവിടെ അടിച്ച് പൊളിച്ചൊക്കെ അങ്ങോട്ട് കൂടാന്നീ എന്ന് പറഞ്ഞിട്ട് വേദ പോകുന്നുണ്ട്. ശേഷം വേദ പറയാണ്, ഞാൻ ചായ ഇടാൻ പോവാണ്, നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. നിൻ്റെ ചായ നിന്റെ തന്തയ്ക്ക് കൊണ്ട് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ വേദ പറയണം, നല്ല ഭാര്യയുടെ ഭർത്താവും കൂട്ടുകാരനും തന്തയും എല്ലാം കെട്ടിയവൻ തന്നെയാണ്, അപ്പോൾ നിങ്ങൾ തന്നെയാണ് അതെന്ന് പറഞ്ഞിട്ട് വേദ വിക്രമിനോടായിട്ട് പറയുന്നുണ്ട്. ശേഷം വേദ വന്നിട്ട് നമ്മുടെ റൂം മൊത്തം ക്ലീനാക്കി കാണാം കേട്ടോ. അവിടെ മൊത്തം രണ്ടാളും കൂടെ അടിപിടി നടത്തിയതിൽ കുറേയധികം വൃത്തികേടായി കിടക്കുകയാണല്ലോ, അതൊക്കെ വേദ ക്ലീനാക്കുന്നുണ്ട്. ശേഷം പോയിട്ട് ചായ എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ വിക്രമാവട്ടെ ഫോൺ ഇങ്ങനെ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ചെയ്ത് ഫോണിലൂടെ മാത്രമേ ആരെങ്കിലും വിളിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സത്യാവസ്ഥ വിക്രം മനസ്സിലാക്കുന്നുണ്ട്. വിക്രം ഫോൺ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ ജോസഫ് വീട്ടിൽ വന്നിട്ട്, അതായത് വിക്രം പോയിട്ട് കുറേ നേരമായി കാണാനില്ല, പുള്ളിക്കനാണെങ്കിൽ ഒന്ന് അന്വേഷിക്കുകയും ചെയ്തു എവിടെ പോയെന്ന്. ഏതായാലും വീട്ടിൽ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ജോസഫ് വീട്ടിൽ വന്നിട്ട് നോക്കാൻ വന്നിരിക്കുകയാണ്. നോക്കുമ്പോൾ മെയിൻ ഗേറ്റ് ക്ലോസ്ഡാണ്, വീടും ക്ലോസ്ഡാണ്. അപ്പോൾ ഇവൻ എവിടെ പോയി ആരോടും പറയാതെ ഇവരെല്ലാവരും എവിടേക്കാണ് പോയിരിക്കുന്നത് മനസ്സിലാവാതെ ജോസഫ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ശേഷം വണ്ടി ഓണാക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ വിക്രം വണ്ടി ഓണാക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഇത് എൻ്റെ വണ്ടിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് ഓടി വരുന്നുണ്ട്. പക്ഷേ ജോസഫ് അപ്പോഴേക്കും വണ്ടി എടുത്ത് പോവുകയാണ്. വിക്രം ഓടി വന്ന് ജനലിൽ ജോസഫേ ഡാ പോണ്ടറാ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ വേദി ബാക്കിൽ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ശേഷം ജോസഫ് അത് കേൾക്കാതെ പോവുകയാണ്. ഇപ്പം എന്തായെന്ന് പറഞ്ഞിട്ട് വേദ കളിയാക്കുന്നുണ്ട് വിക്രമിനെ. അപ്പോൾ വിക്രം പറയാണ്, ഇങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നീ ഏത് ദൈവത്തെയാണ് പ്രാർത്ഥിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല വടയക്ഷിയാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ അത്ര ടെൻഷൻ അടിക്കാൻ എന്താ ഉള്ളത്? ഒരു ദിവസം ഇവിടെ ഇരുന്നു എന്ന് വെച്ച് നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത്? അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇരുന്നാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വേദ.
അപ്പോൾ വിക്രം പറയാണ്, ഞാൻ നിന്നെപ്പോലെ മിണ്ടാതിരിക്കുകയില്ല, എനിക്ക് പണിയുണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ കളിയാക്കുകയാണ്, എന്ത് പണി? ശ്രീനിവാസിൻ്റെ ബാക്കിൽ ജയ് വിളിച്ച് നടക്കില്ലെന്നില്ലേ പണി, അതിപ്പോൾ വലിയ പണിയായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല എന്ന് പറയാൻ കേട്ടോ. വീണ്ടും ഓരോന്ന് പറഞ്ഞ് കൊതിക്കളിക്കുകയാണ്. ശരി, അയ്യോ എൻ്റെ ചായ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും വേദ ഓടുന്നുണ്ട് കേട്ടോ. ചായ കറക്റ്റായി തിളച്ചിട്ടുണ്ടാവും. ശേഷം വേദ 2 ഗ്ലാസ്സിൽ സെർവ് ചെയ്തിട്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ വിക്രം ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്നുണ്ട്. ചായ വേണമെന്ന് വിക്രമിനോട് ചോദിക്കുമ്പോൾ നിൻ്റെ ചായ എനിക്കൊന്നും വേണ്ടെന്ന് പറയണം. ശേഷം വേദ അവളുടെ ചായ ആസ്വദിച്ച് കുടിക്കുന്നുണ്ട്. ശേഷം പറയാണ്, ഞാൻ 2 ഗ്ലാസ്സിൽ ഏതായാലും ചായ എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ചായ നിങ്ങൾ തന്നെ കുടിച്ചാൽ മതി, മറ്റൊരാൾക്ക് എടുത്ത ചായ ഞാൻ കുടിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ അടുത്തായിട്ട് ആ ചായ വെക്കുന്നുണ്ട്. ശേഷം അവൾ ആസ്വദിച്ച് ചായ കുടിക്കുകയാണ്. ഇവിടെ പറയാണ്, നല്ല ചൂട് ചായ, നല്ല മഴ, ജോൺസൺ സാറിൻ്റെ പാട്ടെന്ന് പറയുന്നുണ്ട്. ശേഷം പറയാണ്, മധുരം കടുപ്പം എല്ലാം പാകത്തിനാണെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ സ്വയം പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവളുടെ ചായയെ. അപ്പോൾ ഈ ഒരു ടൈമിൽ വിക്രമാണെങ്കിൽ ഇവളെന്ത് ഇങ്ങനെയൊക്കെ കാട്ടുന്നത് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. ശേഷം ചായ കുടിക്കാൻ പറയുമ്പോൾ വിക്രം ചായ കുടിക്കാതെ അത് എടുത്തിട്ട് ഞാൻ ഇപ്പോൾ കൊണ്ട് കാണിച്ചു തരാണ്ട് കളയാൻ പോവുകയാണ്. കളയാൻ പോകുന്ന സമയത്ത് വിക്രം ചിന്തിക്കുകയാണ്, ഞാനിതിനെ കളയുന്ന എൻ്റെ വീട്ടിലെ ചായ, എൻ്റെ വീട്ടിലെ പാല്, ഞാനിതിനെ കളയേണ്ടത് കുടിച്ചു നോക്കും. കുടിക്കുമ്പോഴാണെങ്കിൽ അത് ഒടുക്കത്തെ ടേസ്റ്റ് ാണെന്ന് വെക്കാനും മനസ്സിലാവുന്നുണ്ട്. ഏതായാലും ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല, അടിപൊളിയായിട്ട് ചായയൊക്കെ ഇടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും വേദാൾ കേൾക്കുന്നുണ്ട് കേട്ടോ. വേദ വന്നിട്ടും, എന്നെ കാണാതെ ഒറ്റയ്ക്ക് ചായ കുടിക്കുകയാണോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം, നിന്നെ കാണാതെ ഞാൻ കുടിക്കുന്നത്, കളയാന്ന് വെച്ച് വന്നതാ, പിന്നെ എൻ്റെ വീട്ടിലെ ചായ, എൻ്റെ വീട്ടിലെ പാല്, പിന്നെ ഇതിന് ഞാൻ കളയണം, അതുകൊണ്ട് കുടിച്ചോന്നേ ഉള്ളൂ, അത്ര ടേസ്റ്റൊന്നുമില്ല, കുഴപ്പമില്ല, അത്രേ പറയാനുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ വിക്രം. ശേഷം ഏതായാലും കുടിച്ചതല്ലേ, ഏതായാലും ഒരാൾ പാചകം ചെയ്യുമ്പോൾ മറ്റൊരാൾ പാത്രം കാണാം, ഞാനല്ലേ പാചകം ചെയ്ത്, അതുകൊണ്ട് വിക്രം എല്ലാം പോയി കഴുകിക്കേന്ന് പറയുന്നുണ്ട് കേട്ടോ വിക്രമിനായിട്ട് വേദം. വിക്രം ഇപ്പോൾ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ശേഷം 2 ഗ്ലാസ് എടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ ജോസഫ് വർക്ക്ഷോപ്പ് എത്തിയിട്ട് സുധാകരനല്ല ശ്രീനിവാസൻ സാറെ ഫോൺ ചെയ്യുന്നുണ്ട്. ശേഷം പറയാണ്, ഞാൻ വീട്ടിൽ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു വിക്രമിനെ, പക്ഷേ അവിടെ വീട് പൂട്ടി കിടക്കുകയാണ്, അവിടെ ആരും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശേഷം ശ്രീനി സാറ് തൻ്റെ ഭാര്യയോട് പറയാണ്, വിക്രമിൻ്റെ വീട്ടിൽ ആരുമില്ല, അവരെവിടെ പോയിരിക്കുന്നു എന്നാണ് ജോസഫ് പറയണം. അപ്പോൾ അവരെല്ലാവരും കൂടെ എവിടേക്കെങ്കിലും പോയതായിരിക്കും, ഏതായാലും ഫോൺ വിളിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും കണ്ടു കഴിഞ്ഞാൽ വിക്രം വിളിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ രാധയാണ്. രാധ വന്നിട്ട് അവളുടെ ഓട്ടോയ്ക്ക് എന്തൊക്കെയോ പ്രോബ്ലം, അപ്പോൾ ആ ബാക്കിൽ പോയിട്ട് എൻജിനൊക്കെ തുറന്നു നോക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ കൂട്ടുകാരി എന്താണ് ഈ പ്രശ്നം ചോദിക്കുമ്പോൾ വണ്ടിക്ക് എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ചെറുതായിട്ട് എന്ന് പറയണം. അപ്പോൾ വർക്കിൽ കയറ്റായിരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അതിൽ 5 പൈസ ഇല്ല, ഇനി കയറ്റിട്ട് എന്ത് ചെയ്യാനാണെന്ന് പറയണം. അതെങ്ങനെയാണ് കിട്ടുന്നത്, കാശ് മൊത്തം നീ വിക്രമിനോട് ചിലവാക്കുകയല്ലേ, അപ്പോൾ പിന്നെ കയ്യിൽ കാശ് നിൽക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ശേഷം നമുക്ക് ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് 2 ചായ കുടിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ട് നമ്മുടെ കൂട്ടുകാരി രാധയോടായിട്ട് പറയാണ്, എടി നീ ഇങ്ങനെ കിട്ടുന്ന കാശ് മൊത്തം വിക്രമിന് വേണ്ടി ഇറക്കിയിട്ട് നിനക്ക് എന്താ കാര്യം, നീ വെറുതെ അവൻ്റെ ബാക്കിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്, അവൻ വിവാഹം കഴിഞ്ഞ ഒരാളാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ, നീ നിൻ്റെ കാര്യങ്ങളും കൂടെ കുറച്ചുകൂടെ ചിന്തിക്കണമെന്ന് പറയണം. ഈ ടൈമിൽ രാധ പറയണം, എനിക്കറിയാം ഞാനൊരു ഉപഗ്രഹം പോലെ വിക്രമിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ഞാൻ കുറച്ച് നേരത്തിന് വിചാരിക്കുന്നു വിക്രമിനെ കാണുകയില്ല, ഞാൻ അവനെ നോക്കുകയില്ല, സ്നേഹിക്കില്ല എന്നും, അത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം എനിക്ക് അവനെ കാണാൻ തോന്നും, ഞാൻ എങ്ങനെയെങ്കിലും അവനെ കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും, എനിക്കറിയില്ല ഞാൻ അവനെ അത്രത്തോളം സ്നേഹിച്ചു പോയി, ഇനി അത് മാറ്റാനും എനിക്ക് പറ്റുന്നില്ല എന്ന് പറയണം. പക്ഷേ വിവാഹം കഴിഞ്ഞതല്ലേ അവൻ്റെ എന്ന് പറയുന്ന സമയത്ത്, നീ വാ, ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞു, എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ല, നീ കാശ് കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാധ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേറൊരു ഓട്ടോക്കാരൻ വന്നിട്ട് പറയാണ്, രാധേ നിൻ്റെ ഓട്ടോ ആ ഫൈനാൻസുകാരെ എടുത്തിട്ട് പോകുന്നു കണ്ടു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്താ സംഭവം, നീ അടവടച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല 3 അടവ് തെറ്റിച്ചു എന്ന് പറയാണ്. വെറുതെ എന്താണ് വിക്രമിനെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇറക്കാൻ വേണ്ടി എത്ര കാശാണ് നീ കളഞ്ഞത്, അപ്പോൾ ഇതൊക്കെ നീ ചിന്തിക്കണമായിരുന്നു പറഞ്ഞിട്ട് കൂട്ടുകാർ ചെയ്ത് പറയുന്നുണ്ട്. ശരി നീ വാ, നമ്മുടെ ഓട്ടോയിൽ പോയിട്ട് അയാളോട് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാർ വിളിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുക നമ്മുടെ വിക്രമിനെയാണ്. വിക്രം വീണ്ടും ഫോൺ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഫോണ് നോക്കിക്കൊണ്ടിരിക്കേണ്ട. ഈ ഒരു ടൈമിൽ വേദ അവിടേക്ക് ഒരു ലോഡ് തുണിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ശേഷം വിക്രമിൻ്റെ മേലത് എടുത്തിടുകയാണ്. എന്താണ് നീ ചെയ്യുന്നത്, ഞാൻ എന്താ പണി ചെയ്യുന്നത് കണ്ടില്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ജാതകം എന്താണെന്ന് നോക്കുകയായിരുന്നു എന്ന് പറയാണ്. ഈ ഒരു ടൈമിൽ വേദ പറയാണ്, എന്നൊരു കാര്യം ചെയ്ത് നമുക്ക് വീട്ടിന് മുമ്പിൽ ഒരു ബോർഡ് വയ്ക്കാം, വിക്രം ജ്യോതിഷ പണ്ഡിതനെന്ന് ബോർഡ് വയ്ക്കാം. പിന്നെ നിങ്ങൾ അന്ന് ശ്രീനിവാസിൻ്റെ ഭാര്യയായിട്ടൊരു ജോലിസ്ഥനെ കാണാൻ പോയില്ലേ, അയാളെ പോലെ കുറച്ച് സയൻസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്ന് പറയാണ് കേട്ടോ.
അപ്പോൾ ഞാനൊന്ന് ഫോൺ നേരാക്കാൻ നോക്കിയതാണെന്ന് പറയണം വിക്രം. അത് നിങ്ങൾക്ക് നേരത്തെ പറയായിരുന്നല്ലോ, എൻ്റെ വായിന്ന് വെറുതെ ഓരോന്ന് കേൾപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോന്ന് പറയാണ്. ശേഷം വേദ പറയാണ്, എനിക്ക് നിങ്ങളൊരു ഹെൽപ്പ് ചെയ്തേ, കുറച്ചൊരു സാരികളാണ് കുറച്ച് മടക്കണം എന്ന് പറയാണ് കേട്ടോ. മടക്കാനോ എന്ന് പറയുമ്പോൾ അതെന്താ നിങ്ങൾക്ക് മടക്കാൻ പറ്റിയില്ലേന്ന് വേദ വിക്രമിനോടായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം ഇങ്ങനെ അന്തമായിട്ട് നിൽക്കുന്നതായിട്ടുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.